ഓക്കെ സഫാൻ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ധോണിക്ക് ഇതെന്ത് പറ്റി ഇന്നലെ? ചെന്നൈ ഇന്നലെ ഒരു പക്ഷേ 200 അനായാസം കടക്കുമായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ധോണി വീണ്ടും ഫ്ലോപ്പ് ആവുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ധോണിയെ നമുക്കറിയാം, പോയ ഒരു 5 സീസൺ, പ്രത്യേകിച്ച് 2019 ശേഷമുള്ള 5 സീസണുകൾ നോക്കിയാലും അദ്ദേഹത്തിന് എല്ലാ സീസണുകളിലും അദ്ദേഹം ആകെ കുറിച്ചത് 100 റൺസുകൾ മാത്രമാണ്. അതായത് 250-നപ്പുറത്തേക്ക് അദ്ദേഹം അവസാനത്തെ 5 സീസണുകൾ ഒരിക്കൽ പോലും സ്കോർ ചെയ്തിട്ടില്ല. അത് ചെന്നൈ ടീം അംഗങ്ങൾക്കറിയാം. പിന്നെ അദ്ദേഹത്തിന് ഒരു ബ്രാൻഡിന് വേണ്ടി മാത്രമാണ് ടീമിൽ നിർത്തിയത്. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു. ഇപ്പോൾ 2020 ചെന്നൈ മോശം പെർഫോമൻസ് നടത്തിയപ്പോൾ എല്ലാവരും ധോണിയോട് വിരമിക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം 2021 ചെന്നൈയെ കപ്പിടിച്ച് ഞെട്ടിച്ചു. വീണ്ടും 2023 ഒരിക്കൽ കൂടി ഞെട്ടിച്ചു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിലും ഒന്നും ചെയ്യാനില്ല. അത് അദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല, ടീമിൻ്റെ ലൈനപ്പിലടക്കം പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ധോണിക്ക് മുന്നിൽ ഒരു അവസാന താലമാണ് ഇന്നലെ അടിച്ചത്. കാരണം അദ്ദേഹം 17 പന്തുകൾ ഫേസ് ചെയ്തു. അതും ഒരു ഇന്നിങ്സിലെ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈയുടെ നിർണായകമായ സമയങ്ങളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. പക്ഷേ വെറും 16 റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കാൻ സാധിച്ചത്. ഒരു ഏകദിനത്തിൽ പോലും ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പുതിയ കാലത്ത് അങ്ങനെ അപൂർവമായേ കാണാറുള്ളൂ. പിന്നീട് ധോണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധോണി സത്യത്തിൽ ചെന്നൈയിൽ നിന്നും ഇതിനേക്കാൾ മികച്ചൊരു പടിയിറക്കം അദ്ദേഹം അറിയിച്ചിരുന്നു. കാരണം നമുക്കറിയാം, ആദ്യത്തെ IPL ലേലം മുതൽ ഇങ്ങോട്ട് നമ്മൾ ചെന്നൈയിൽ കാണുന്നൊരു ധോണിയുണ്ട്. ആദ്യത്തെ IPL ലേലത്തിലെ ഏറ്റവും ഉയർന്ന തുകക്കാണ് ധോണി ചെന്നൈയിൽ വന്നിറങ്ങുന്നത്. ആ സീസണിൽ തന്നെ ചെന്നൈയെ ഫൈനലിൽ എത്തിച്ചു. തൊട്ട് പിന്നാലെയുള്ള സീസണിൽ പ്ലേ ഓഫിൽ എത്തിച്ചു. പിന്നീട് കിരീടം നേടി. അങ്ങനെ 2016 ഒരു കാര്യം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ധോണിയെക്കുറിച്ച്, കാരണം അദ്ദേഹത്തിൻ്റെ ഇനിയൊരു മത്സരം കൂടി ഉണ്ട് ചെന്നൈക്ക്. അപ്പോൾ ധോണിയെ നമ്മൾ ഒരു പക്ഷേ IPL-ലും ഒരു പക്ഷേ ബാറ്റിങ്ങിൽ അവസാനമായി കാണുക ആ മത്സരത്തിലാകുമെന്നൊക്കെ ആരാധകർ കരുതുന്നുണ്ട്. സഫാൻ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ധോണി വിരമിക്കും എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു 5 വർഷങ്ങളായിരിക്കും. ഇപ്പോൾ 2019 ധോണി ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചത്. പിന്നീട് അദ്ദേഹം 2020 കമൻറ്ററിലേക്ക് വരുന്ന സമയത്ത്, ടോസിനെത്തുന്ന സമയത്താണ് കമൻറ്റേറ്റർ ചോദിക്കുന്നത് താങ്കൾ ഈ വർഷം കൂടിയേ ഉണ്ടാകുള്ളൂ എന്ന്. അന്ന് ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറഞ്ഞ ധോണി പിന്നീടുള്ള 4 വർഷങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷം നേരത്തെയും ധോണിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഇനിയും 1 വർഷത്തെ സമയം ബാക്കിയുണ്ട് എന്നാണ്. എങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ധോണി ഒരു ഫെഡപ്പ് എന്ന രീതിയിൽ തന്നെ ടീം മാനേജ്മെന്റിനെ അറിയിച്ചു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ടീം മാനേജ്മെന്റിനും ധോണി നിൽക്കണമെന്നുണ്ട്. കാരണം ധോണി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ പെർഫോമൻസിൽ അദ്ദേഹം ഒരു ബ്രാൻഡ് കൂടിയാണ്. ധോണി പോയാൽ അത് ചെന്നൈയുടെ ഫാൻ ബേസിനെയും അവരുടെ ബ്രാൻഡിങ്ങിനെയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവർ ധോണിയെ നിലനിർത്തുമെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് ധോണി ബാറ്റ് എടുത്ത് റൺസ് അടിച്ചില്ലെങ്കിൽ എന്താണ് ധോണിയുടെ പ്രഭാവമില്ലേ എന്നാണ് ചെന്നൈ ഉടമകളും ഒപ്പം ആരാധകരും കരുതുന്നത്. എന്തായാലും ധോണി യുഗം, ധോണിയുടെ ബാറ്റിംഗ് യുഗം എന്ന ഈ അടുത്ത മത്സരത്തോടു കൂടി കഴിയുമോ എന്നാണ് ആരാധകരും ഉറ്റുനോക്കുന്നത്. ഓക്കെ.